സെറിമണി റെഡി ആയിരിക്കുന്നത് നമ്മുടെ അക്കച്ചിയെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. ഞാനില്ലാതൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ദുആയും സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ദേ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദുആ സംഭവം ഒന്നും കണ്ടിട്ടില്ല, ഇന്നലെ കൊണ്ടുവന്നാണ്. അപ്പം രാവിലെ എണീക്കുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നപ്പോഴേ അങ്ങ് നേരത്തെ വെച്ചതാട്ടോ. പുള്ളി ഭയങ്കര ഉറക്കമാണ്, ഇതുവരെ എണീറ്റിട്ടൊന്നുമില്ല. എണീറ്റ് വന്ന പാടെ കുളിയൊക്കെ കഴിഞ്ഞ് ബാഗ് കണ്ടു. ബാഗിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും എടുത്ത് വെച്ചിട്ട് കളിയും തുടങ്ങി. കളിച്ചോണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കുറച്ച് പുട്ടുണ്ടാക്കി. പുട്ടും നല്ല നാടൻ കടലക്കറി. അപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്നത് നമ്മുടെ പുട്ടുപൊടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങായും കുറച്ച് ചോറും കൂടി ഇടും. എന്നിട്ട് അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കത്തില്ല കേട്ടോ, അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല പഞ്ഞി പോലിരിക്കും. പിന്നെ അതേ കടലക്കറിക്കുള്ള എണ്ണ താളിക്കുവാണേ. അപ്പോൾ ഇതേ നമ്മുടെ പഞ്ഞി പോലത്തെ പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. പുട്ടെടുത്തിട്ടു, കടലക്കറി ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ദുആപ്പിക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാനേ. ആൾ നേരത്തെ ഹാജരായിട്ടുണ്ട് കഴിക്കാൻ. സ്കൂളിൽ ആദ്യമായിട്ടല്ലേ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു താല്പര്യമുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പം റെഡിയാക്കുവാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു റെഡിയാക്കി കൊടുക്കുവാണ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഫൗണ്ടേഷനും അതുമൊക്കെ ഇട്ട് തരണമെന്ന്. അപ്പോൾ മുടി നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ട്. ഒന്ന് ഡ്രയർ വെച്ചിട്ട് ഉണക്കിയിട്ടുണ്ട്. ഉണക്കി അത് കഴിഞ്ഞിട്ട് കുറച്ച് ബേബി ക്രീമും അങ്ങനെയൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. കഴിഞ്ഞ ദിവസം ട്രെൻഡ്സിൽ പോയി ഡ്രസ്സ് എടുത്തപ്പം ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. 5 to 6 ഇയേഴ്സിൻ്റെയാണ് ഡ്രസ്സ് എടുത്തത്. പക്ഷേ ബില്ലടിക്കാൻ കൊണ്ടുവന്നത് 7 to 8 ഇയേഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ലൂസുണ്ട്. നമ്മളത് വീട്ടിൽ വന്നു കഴിഞ്ഞാണ് കണ്ടത്. അതുകൊണ്ട് ചെറിയൊരു ലൂസുണ്ട്. പിന്നെ മാറാനായിട്ടൊന്നും നിന്നില്ല, അത് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മേക്കപ്പൊക്കെ ഇടാൻ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിട്ട്. കല്യാണത്തിന് ഒക്കെ പോകുമ്പോഴത്തേക്കിന് ലിപ്സ്റ്റിക്ക് ഇടുക, അങ്ങനെ ഇടുക, അതിടുക എന്നൊക്കെ പറയും. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൊക്കെ എഴുതി, ബോയൊക്കെ വെച്ചു, പിന്നെ മാല ഉണ്ടായിരുന്നു, മാല ഇട്ടു. അങ്ങനെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ആളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ റെഡിയാക്കി ആദ്യമേ വിട്ടു. കാരണം അത് വന്നാൽ പിന്നെ ഇതിനെ ഒരുക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അതിനെ ആദ്യമേ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. റിയാസ് വട്ടക്കുഴി. നമ്മുടെ പ്രവേശനോത്സവം 24-25 അധ്യയന വർഷത്തിലെ പഞ്ചായത്ത് തല പ്രവേശനവും ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട നസ്രിയ, ധ്വനി സന്തോഷ്, ഓടി വാ. ധ്വനി ഉണ്ടോ? ധ്വനി ഉണ്ടോ? ഓടി വാ. സമ്മാനം മേടിക്കാനായി. പരിപാടി കഴിയാൻ ഞങ്ങൾ നോക്കി നിന്നില്ല. അതിനു മുമ്പ് ഞങ്ങൾ ഇറങ്ങി. ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് പോകുന്നൊക്കെ ദുആടെ ടീച്ചർ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി.
അണ്ണൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്ക് ടു സ്കൂൾ വിശേഷങ്ങൾ. ടാറ്റാ. താത്തവായി പമ്പലിന് തീറ്റുവാ പപ്പയുടെ വയ്യനെ